സൂപ്പർമാർക്കറ്റുകളിലെ കൊള്ളവില തടയാൻ കർശന നിയമം. എതിർപ്പുമായി കോൾസും വൂൾവർട്ട്സും. കാൻബറ. ഓസ്ട്രേലിയയിലെ വൻകിട സൂപ്പർമാർക്കറ്റുകൾ ഉപഭോക്താക്കളിൽ നിന്ന് അമിതവില ഈടാക്കുന്നത് പ്രൈസ് ഗൗജിംഗ് തടയാൻ ആൽബനീസ് സർക്കാർ പുതിയ നിയമം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ നീക്കം വിവേചനപരമാണെന്നും വിദേശ കമ്പനികൾക്ക് അനുകൂലമാണെന്നും ആരോപിച്ച് വൂൾവർട്ട്സും കോൾസും രംഗത്തെത്തി. ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ ACCC സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. 2026 ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ഉൽപ്പാദന ചെലവിനേക്കാൾ അമിതമായ ലാഭം ഈടാക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമം ലംഘിക്കുന്നവർക്ക് $10 മില്യൺ, ഏകദേശം 50 കോടി രൂപ വരെ പിഴ ചുമത്തുമെന്ന് ട്രഷറർ ജിം ചാൽമേഴ്സ് വ്യക്തമാക്കി. സാധാരണക്കാർക്ക് ആശ്വാസം നൽകാനാണ് ഈ നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ തീരുമാനം അസമമായ മത്സരത്തിന് അൺഈവൻ പ്ലേയിങ് ഫീൽഡ് വഴിയൊരുക്കുമെന്ന് വൂൾവർട്ട്സ് വക്താവ് പ്രതികരിച്ചു. 2 ഓസ്ട്രേലിയൻ കമ്പനികളെ മാത്രം ലക്ഷ്യമിടുന്ന ഈ നിയമം വൻകിട വിദേശ റീറ്റെയിലർമാർക്ക് ഇഷ്ടാനുസരണം വില ഈടാക്കാൻ അവസരം നൽകുമെന്നും അവർ കുറ്റപ്പെടുത്തി. നിയന്ത്രണങ്ങൾ കൂടുന്നത് വില വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് കോൾസിന്റെ നിലപാട്. അമിതവില ഈടാക്കുന്നതിന് തെളിവില്ലെന്നും പുതിയ നിയമം വിപരീത ഫലമുണ്ടാക്കുമെന്നും ഓസ്ട്രേലിയൻ റീറ്റെയിലേഴ്സ് അസോസിയേഷനും മുന്നറിയിപ്പ് നൽകി.